കിച്ചണിലേക്ക് കയറി വന്നപ്പോൾ ഉള്ള കാഴ്ചയാണ് കക്കയിറച്ചി ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഫ്രൈ ആകുന്ന താമസം എടുത്തു കൊടുക്കാൻ ഭയങ്കര തിരക്കാണ്. ഞാൻ വന്നപ്പോൾ തന്നെ 3 മണിയായി. ആ 3 മണിയാണുള്ള അവസ്ഥയാണ്. ലഞ്ച് ടൈം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പറഞ്ഞല്ലോ 3 മണിയായി വന്നപ്പോൾ. എല്ലാം തീർന്നു. ഇന്നത്തെ സിലോപ്പിയുടെ ബാക്കിയാണ്. ചെമ്മീൻ ഉണ്ടായിരുന്നു, കൂന്തളുണ്ടായിരുന്നു, എല്ലാം തീർന്നു. ലേറ്റായി പോയി. ഓക്കെ, ഉരുളി നിറച്ച് തലക്കറി ഇരിക്കുന്നേ. തലക്കറിയിലെ തല കണ്ടു മുട്ടൻ തലയാണ്. കഷ്ണമുണ്ട്. ബീഫ് കറി. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ പറയുക, ഇവിടെ പണ്ട് ഷാപ്പായിരുന്നു, ഇപ്പോൾ ഷാപ്പില്ല. ഷാപ്പിൽ കിട്ടുന്ന ടൈപ്പ് കറികളാണ്, അതായത് ഷാപ്പ് കറികളാണ് ഇവിടുത്തെ പ്രത്യേകത. പന്നി, ഓക്കെ, പോർക്ക്, പന്നി ഇറച്ചി കിടക്കുന്ന കണ്ടോ. ഓഹ് മൈ ഗാഡ്. താറാവ് കറിയാണേ, കൊടുക്കാനായിട്ട് എടുക്കുവാണേ. താറാവ് കറി ഇവിടെ എടുത്തു. താറാവ് കറി കൊടുത്തെങ്കിലും ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, നമുക്ക് കഴിക്കാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ചക്കര ടേബിളിൽ എത്തിയപ്പോഴേ 90 രൂപയുടെ ഊണാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫിഷ് ഫ്രൈ ഉണ്ട്, കക്കയിറച്ചിയുണ്ട്, ഉണക്ക ചെമ്മീൻ പൊടിച്ചതുണ്ട്, അവയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്, പച്ചടിയുണ്ട്, കൂട്ടുകറി വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ പപ്പടമുണ്ട്. വരാൻ ലേറ്റ് ആയതുകൊണ്ട് പപ്പടം കിട്ടിയില്ല. സാമ്പാർ വരുന്നുണ്ട്, പച്ച മോര് വരുന്നുണ്ട്, മീൻകറിയുണ്ട്, പുളിശ്ശേരി വരുന്നുണ്ട്. ഇതാണ് 90 രൂപയുടെ ഊണ്. ഇനി നമുക്ക് സ്പെഷ്യലിലേക്ക് കിടക്കാം. നെയ്മീൻ തലയുണ്ട്, താറാവ് കറിയുണ്ട്, പന്നി കറിയുണ്ട്, കപ്പയുണ്ട്, ബീഫുണ്ട്. ബീഫ് ചെറിയൊരു പോർഷനാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. ഇതിലും വലിയ പോർഷനാണ് ഇവിടുത്തെ ക്വാണ്ടിറ്റി. ഇത്രയും ഐറ്റങ്ങളാണ് കഴിക്കാൻ എടുത്തേക്കുന്നത്. ഈ സ്പോട്ട് എവിടാന്ന് അറിയണ്ടായോ? സുഭാഷ് ഹോട്ടൽ, ആലപ്പുഴ ചുങ്കം ഈസ്റ്റിലാണ്. 1963 തൊട്ട് സേവന പാരമ്പര്യം. രാവിലെ 9 മണി തൊട്ട് രാത്രി 8 മണി വരെ കുട്ടനാടിന്റെ സൗന്ദര്യം ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സ്പോട്ടാണ്. നമസ്കാരം, നാടൻ രുചിയിലേക്ക് സ്വാഗതം. സുഭാഷ് ഹോട്ടലിൽ വന്നേക്കുവാണ്. ഫുഡ് എന്തൊക്കെ എടുത്തേക്കുന്നത് നിങ്ങൾ കണ്ടു. അപ്പോൾ നേരെ നമുക്ക് ടേബിളിൽ പോയി ഫുഡൊക്കെ കഴിച്ച് നോക്കി അതിൻ്റെ ടേസ്റ്റ് അറിയാം. ഓക്കെ, തുടങ്ങാം. ബീഫ് എടുത്ത് ചോറിനകത്തിലേക്ക് ഇടട്ടെ. യെസ്, പൊതി വന്നിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാൻ കഴിക്കട്ടെ. എൻ്റെ മോനെ, എന്തോ ടേസ്റ്റ് എന്നറിയാം ഈ ബീഫ് കറിയാം. ഒരു രക്ഷയില്ല കേട്ടോ. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കുന്ന അത്യാപത്താണ്. അതേപോലെ ചോറ് കഴിക്കും. അയ്യോ, രക്ഷയില്ലാത്ത ബീഫ് കറി കേട്ടോ. ഞാൻ ഈ ബീഫെ തന്നെ ആദ്യം തുടങ്ങി. എന്താണെന്നറിയാമോ? ആലപ്പുഴയാണ്, സീ ഫുഡിൻ്റെ കലവറയാണ്, മീനിൻ്റെ ഒരു മേളം തന്നെയാണ് ഇവിടെ. പക്ഷേ നിങ്ങൾ ഈ ബീഫ് കറി മിസ് ചെയ്യല്ലേ, ഈ ബീഫ് കറി കൂട്ടാതിരിക്കല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ബീഫ് കറി ആദ്യം എടുത്ത് ട്രൈ ചെയ്തത്. മീനിൻ്റെ കൂടെ മുങ്ങിപ്പോലെ കേട്ടോ ഈ ബീഫ് കറി. കഴിക്കണം, മസ്റ്റാണ്. പിന്നെ നെയ്യും ആ ചാറും. ഓ, അപ്പം എടുക്കാം. ബീഫിൻ്റെ പ്ലേറ്റ് നമുക്ക് ഇങ്ങനെ അങ്ങ് വടിക്കണം. തുള്ളി ചാറ് പോലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ബീഫ് കറിയാണേ. അത് ഞാൻ ചോറിനകത്ത് വെച്ചു. ചോറിൻ്റെ കൂട്ടുകറി, ചോറിൻ്റെ തേങ്ങ അരച്ച മീൻകറി, അതിനകത്ത് കഷ്ണം 2 ഉണ്ട്. ഇതാണ് മീൻകറിക്കകത്ത് കിടന്ന കഷ്ണമാണ്. മോനെ, എരിവും പുളിയും. ഈ മീൻകറി കൂടി തന്നെ ഒരു 2 എണ്ണങ്ങനെ ചോറുന്നു. കൂട്ടുകറികളൊക്കെ ഇത് നല്ല കേട്ടോ, ഞാൻ കഴിച്ചായിരുന്നു. കക്കയിറച്ചിയൊക്കെ കുരുമുളകിനകത്ത് ഇട്ട ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ആ ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നു. ഫ്രഷ് കക്കയും. അത് പിന്നെ പറയണ്ടായില്ല, ആലപ്പുഴയല്ലേ. കൊഞ്ചുപൊടിയൊക്കെ ഇല്ലേ, ഓ എൻ്റെ പൊന്നെ പവിഴം. ഹൈലി ടേസ്റ്റി ഫുഡ് കേട്ടോ. ഇത്ര രുചിയായിട്ടൊക്കെ ഫുഡ് കൊടുക്കാൻ പാടുണ്ടോ? ഞാൻ സത്യം പറഞ്ഞോട്ടെ, ഈ ഏരിയയിൽ ഈ ഒരു കടയേ ഉള്ളൂ, അതിൻ്റെ ആയിരിക്കും തിരക്കുന്നത്. ഫുഡ് വല്ലത് കൊടുത്തിട്ടാ ഈ തിരക്ക്. ചോറ് വളരെ അധികമായിട്ട് മേടിച്ചു, ആവശ്യം വരും. കാരണം കറി അത്ര ഗംഭീരമല്ലേ. ഇവിടെ അടുത്തൊരു പരിപാടി കൊണ്ടുവന്നു. ആന്താരിയും തൈരും കൂടെ കൊണ്ടു തന്നിട്ടുണ്ട്. ചോദിച്ചാൽ മാത്രമേ തരത്തുള്ളൂ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചോദിച്ചോ. ഇത് ആക്ച്വലി പാവയ്ക്ക മെഴുക്കുവരട്ടിയല്ല, പാവയ്ക്ക അച്ചാറാണ്. ഒരു രക്ഷയില്ല. ഞാൻ ചോദിച്ചു നോക്കിയേ. രാവിലെ ഇവിടെ പഴങ്ങിഞ്ഞിയൊക്കെ ഉണ്ട്. പഴങ്ങിഞ്ഞിക്കൊക്കെ കൊടുക്കാൻ പറ്റിയ അച്ചാറാണ് ഇവരിട്ട് വെച്ചേക്കുന്നത്. പഴങ്ങിഞ്ഞി ഒരിക്കൽ വന്ന് കുടിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇതിൻ്റെ ഫ്രണ്ട് ഒരു ചെറിയ റോഡാണ്. അതിലേക്ക് എന്താ സ്പീഡിലാണ് പോകുന്ന റോഡാണ്. എന്തിനാണ് ഇത് സ്പീഡിൽ പോകുന്നത്? ഒട്ട് നോക്കിയിട്ടില്ല. ഇത് പക്ഷേ പച്ചടിയാണ്. ഇത് ഗംഭീരമായിരിക്കും, എനിക്കറിയാം. ഇത്രയും ഗംഭീര കൂട്ടുകറി കൊടുക്കുമ്പോൾ ഒരു പച്ചടി എന്തുകൊണ്ട് നന്നായി കൂടാ. അതുകൊണ്ട് നന്നായ പച്ചടി ഗ്യാരണ്ടി ഞാൻ കഴിക്കാൻ പോവാം. പച്ചടിയില്ലേ, പുളിയും അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ കസ്റ്റമർ വരുന്നുണ്ട്, പപ്പടം തീർന്നു. പക്ഷെ വരുന്നവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷേ ചേട്ടന് ഭയങ്കര പ്രശ്നമാണ്. പപ്പടം തീർന്നു കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ആ വിഷമം നമ്മളോട് പറഞ്ഞു തീർക്കുക. എന്നോടൊരു 100 വട്ടത്തിലും പറഞ്ഞു പപ്പടം തീർന്നു കേട്ടോ. ചെയ്യാൻ പറ്റും, തീരിട്ട് നമുക്ക് പപ്പടത്തിൻ്റെ ആവശ്യമില്ല. അത്ര ഗംഭീരമാണ്. കൂട്ടുകറികളെല്ലാം ഫിനിഷാക്കി. എല്ലാം അടിപൊളി കൂട്ടുകറികളാണ്. ഫിഷ് ഫ്രൈ, ഫിലോപ്പിയാണ്. ആദ്യം വെച്ചൊന്ന് കഴിക്കാം. മസാല മീനിൻ്റെ ടേസ്റ്റ് ഞാൻ നശിപ്പിച്ചിട്ടില്ല. തലോടി വിട്ടേക്കോ മസാല. അതുകൊണ്ട് മീനിൻ്റെ ടേസ്റ്റ് നന്നായി.
ഇന്ന് തൊടുകറി കൊടുക്കട്ടെ എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു വ്യക്തികൾക്ക് ഇത്രയും സാധനങ്ങൾ കഴിക്കാൻ ഇരിക്കുന്നില്ല. അത് മീനിൻ്റെ രുചി കാരണം ഈ മുള്ളു കളയാനും തോന്നുന്നില്ല. റിസ്ക്കുമാണ്, എന്നാലും നോക്കി കഴിക്കാം. മോനെ ഇന്നത്തെ താരം നെയ്മീൻ തല നോക്കൂ, ഒഴുത്ത ചാറായിരുന്നു. തല എടുത്തിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് വെക്കാം. വാവ്, കണ്ടോ കണ്ടോ നെയ്മീൻ്റെ തല. കഴിക്കട്ടെ, തലേന്ന് കഴിച്ചു നോക്കട്ടെ. ഇവിടുന്ന് മീൻ തല എടുത്ത് ചോറിനകത്ത് വെച്ചു. ഇച്ചിരി കപ്പ എടുക്കാം. മീൻചാറും കപ്പയും ഇല്ലാത്ത എന്താഘോഷം. അങ്ങനെ എരിവെന്നൊക്കെ പറയുന്നില്ലേ, ടേസ്റ്റി തലക്കറി കേട്ടോ. നല്ല എരിവുള്ള പുളിയുള്ള ഒഴുത്ത തലക്കറി. പേര് വരുമ്പം പല പല മീൻ്റെ തലകളുണ്ടാവും. അങ്ങനെ ശ്രദ്ധിച്ച് കഴിച്ച് ഞാൻ തല തീർത്തു. ഇല്ലേ മുള്ളും എല്ലാം അണ്ണാക്കി പോയാലോ. സമയമെടുത്ത കഴിക്കാം. അല്ല വെന്തലർത്ത കപ്പ, ഇച്ചിരി ഗ്രേവിയും കൂടെ കിട്ടും. നോക്ക് മോനെ നോക്ക്, പന്നി എടുക്കാം. മോനെ പന്നിയെ കണ്ടോ, പന്നിയിറച്ചി കഴിക്കുന്ന ഫീലൊന്നും കിട്ടുന്നില്ല. മസാലയ്ക്ക് അത്രയ്ക്ക് ടേസ്റ്റ്. പന്നിയും മസ്റ്റ് ട്രൈ ആണ് മോനെ. ഇത്ര നല്ല ഫുഡാണ്. ഇതിന് വലിയൊരു സന്തോഷമാണ് നല്ല ഫുഡ് കഴിക്കുമ്പോൾ അല്ലേ. ആ സന്തോഷം എനിക്ക് കിട്ടി. താറാവ് കറി, കറിയെന്നൊന്നും പറയാൻ പറ്റില്ല, മപ്പാസ് എന്നൊക്കെ പറയേണ്ടി വരും കേട്ടോ. വെള്ള ഗ്രേവിയാണ്. കഴിക്കട്ടെ. കഴിക്കാതില്ല, കടിക്കണം. കാലിൻ്റെ പീസ് എടുത്ത് അങ്ങോട്ട് കടിക്കണം. ഒരു രക്ഷിത ടേസ്റ്റാണ്. യെസ്, അലങ്കാരമായി കുറച്ച് കപ്പ ഇട്ടു. ഗംഭീരം കേട്ടോ. കിഴങ്ങും ക്യാരറ്റും എല്ലാം കൂടി ഇട്ടുള്ള ഒരു താറാവ് മപ്പാസ് എന്നൊക്കെ പറയാം. അതേ ടേസ്റ്റ് കിട്ടുന്നു. താറാവിൻ്റെ ഗ്രേവിയും കൊണ്ട് ചോറ് കൊണ്ടണം. ചോദിച്ച് മേടിക്കണം. ചോറ് തരുന്നതിൻ്റെ ലിമിറ്റ് കഴിഞ്ഞു. പരിധിയില്ല, ചോറ് എല്ലാം കഴിഞ്ഞു. പരിധി കഴിക്കാൻ അപ്പുറത്തേക്ക് അതാണ് ഞാൻ ചോദിക്കുന്നത്. ചോറ് വരുമോ? മതി കേട്ടോ, മതി പ്ലീസ് മതി. ചേട്ടാ ഇത് കറിയാണോ മപ്പാസാണോ അതോ എന്താണിത്? ഇത് കറിയല്ല, ഇത് മപ്പാസാണ്. അങ്ങനെ പറ പോ. താറാവ് മപ്പാസ്. അതിൽ അപ്പമുണ്ട്, വൈറ്റ് അപ്പമുണ്ട്, അതിലെ പഴങ്ങിനിയുണ്ട്. അപ്പോൾ ഈ മപ്പാസും തലക്കറിയൊക്കെ അതിൻ്റെ കൂടെ കഴിക്കാം. ഞാൻ ഇനിയും വരും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പണ്ട് അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് മപ്പാസ് കൂട്ടുമ്പോൾ വിഷേരിയും കൂടെ ഒഴിച്ചാൽ ലെവലാകും. സത്യം പറഞ്ഞാൽ ഒഴിച്ചുകറി ഒന്നും എടുത്തില്ല. ഇനി എടുത്ത് കഴിച്ച് നോക്കണം. കാരണം എന്താ, ഒരു കറി ഒഴിക്കാതെ കറി തന്നെ ആദ്യം പന്തി ചോറൊക്കെ ഒഴിച്ചു. അതിൻ്റെ കൂടെ പാസ് ഒഴിച്ച് ഊണ്ട ഗ്രേവി ഒഴിപ്പുണ്ടായിരുന്നു. മോനെ ചിന്തിക്കുന്നില്ല നിങ്ങളതിൻ്റെ ടേസ്റ്റ്? ചിന്തിച്ചോണ്ടിരിക്കുന്നത് വാ, ഇങ്ങോട്ട് വാ, കഴിക്കേ. ഈ ലോകത്തെ ഏറ്റവും സന്തോഷമാണ് ഞാനായി. എല്ലാ ഫുഡല്ലേ കഴിച്ചോണ്ടിരിക്കുന്നത്, എല്ലാത്തിനും 4 മണിക്ക് ഊണ് കഴിച്ചാൽ ഇങ്ങനെയൊക്കെ പ്രയോജനം ഉണ്ടാവും. സാമ്പാർ ഇച്ചിരി എടുത്ത് കഴിക്കട്ടെ. സാമ്പാർ ഒഴിച്ച് 90 രൂപയുടെ ഊണിനോട് കിട്ടുന്ന കറികൾ. ഇതിൽ ഏതെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ ഒരു ദിവസത്തെ ഉച്ചയൂണ് കുശാലം. സാമ്പാർ ഗംഭീരം കേട്ടോ. ആദ്യം എടുക്കാൻ ഞാൻ എന്താണെന്നറിയാം, മറ്റു കറികളൊക്കെ രുചിയിൽ ഞാനങ്ങ് അലിഞ്ഞു പോകും. സാമ്പാറിൻ്റെ കാര്യം മറന്നുപോയി. അത് കാരണം പക്ഷേ ഇത് കൂട്ടാതെ പോയിരുന്ന നഷ്ടമായിരുന്നു. ഇത്രയും രുചികരമായ കറി ഇവിടെ ഉണ്ടായി. വീണ്ടും തൈരും കാന്താരിയും. രാവിലത്തെ പഴങ്ങിനിയുടെ ആയിരിക്കും ഇത്. ഈ കുടിക്കാൻ വരുന്നവർക്ക് കൊടുക്കുന്നതായിരിക്കും കാന്താരി. ഇനി പച്ചമോര് എടുക്കാറുണ്ട്. ഞാൻ പച്ചമോര് എടുത്തില്ല, അതിന് പകരം തൈരെടുത്തു. കാന്താരി ഉടയ്ക്കുന്നു. ഉടയുടെ കാന്താരി അങ്ങോട്ട്. നിനക്കെന്താ ഉടയാൻ ഇത്ര മടി? ഓക്കെ, ഇനി അടുത്ത കമൻറ്റുമായിട്ട് വരണ്ട. തൈരും മീനും പറ്റത്തില്ല. എനിക്ക് പറ്റും, ഞാൻ കഴിക്കും. കഴിക്കേണ്ടവർ കഴിച്ചാൽ മതി. എന്തോ ഊണായിരുന്നേ. ഡിസംബർ മാസമാണല്ലോ, നമ്മുടെ ഈ വർഷം കഴിയാൻ പോവാണ്. പക്ഷേ അവസാനത്തെ ഊണുകളൊക്കെയാണിത്. ഞാൻ എത്രയും പെട്ടെന്ന് വീണ്ടും ഇവിടെ വരും കേട്ടോ. കാരണം കൂന്തൽ ഫ്രൈ, ചെമ്മീനെ ഒക്കെ മിസ്സായി, താമസിച്ച് പോയുള്ളൂ. അതൊക്കെ കഴിക്കാൻ വരണ്ടായി. വീണ്ടും വരും. കൊണ്ടുണ്ടാക്കുന്ന ആളിനെ ഞാൻ കാണിച്ചു തരാം. ഒരു അമ്മയാണ്. എല്ലാം സ്വന്തം ആൾക്കാർ തന്നെയാണ്. അത് കാരണം ഭയങ്കര സ്നേഹമാണ് അവർക്ക്. നമ്മളിങ്ങനെ കഴിപ്പിച്ച് കൊല്ലും. അതാണ് അവരുടെ സ്വഭാവം. പപ്പടമില്ല വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും പപ്പടമില്ല കേട്ടോ, പപ്പടമില്ല കേട്ടോ. ഇത്ര സർവീസാണ്, ഇത്ര ഫുഡുമാണ്. വയറ് നിറച്ച് കഴിച്ചിട്ട് പോകാം. ഞാൻ കപ്പ എടുത്ത് വെച്ചു, മീൻചാറ് ഒഴിച്ചു, പുളിശ്ശേരി ഒഴിച്ചു, ഊണിൻ്റെ കൂടെ തരുന്ന തേങ്ങ അരച്ച മീൻകറി അത് ഒഴിച്ചു. എല്ലാം കൂടെ ഇട്ട് ഇളക്കി ഞാനൊന്ന് കഴിക്കട്ടെ. അവസാനം ഞാൻ ഈ കട്ടൻ ചായയും കുടിക്കും. നമുക്ക് കാണാം. സുഷമാലയം ഇതുണ്ട്. കുടുംബാംഗങ്ങളെ നോക്കി ഒരു ലോറി നിറച്ച ആൾക്കാരുണ്ട്. ഒരു ഗ്രഹനാഥനുണ്ട്. ആ ഗ്രഹനാഥനെ നമുക്ക് പരിചയപ്പെടുത്താം. അതിന് ഇതാണ് പേരെന്താ വെച്ചാ? രാജപ്പൻ മാമൻ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? അത് ഞാൻ അറിഞ്ഞു. വിളിക്കുന്ന അത് പിന്നെ അങ്ങനെ വിളിപ്പേരായി മാറി അല്ലേ? അച്ഛനാണ് ഇത് 60 വർഷം മുമ്പ് തുടങ്ങുന്നത്.
ആണല്ലേ? 40 വർഷം കൂടെ പോയിട്ട് സെഞ്ചുറി തയ്ക്കട്ടെ കേട്ടോ. ഒത്തിരി സന്തോഷം, നല്ല ഗംഭീര ഫുഡ് തന്നതിന്, ഇത്രയും വർഷമായിട്ട് ആൾക്കാർക്ക് കൊടുക്കുന്നതിന് കേട്ടോ. അപ്പം ടാറ്റാ ടാറ്റാ. ഇതാണ് നമ്മ ഇഷ്ടം അനുസരിച്ച് കഴിക്കാൻ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന അമ്മ. അന്നേരം നമ്മേ കൗമാരി. ഉഗ്രം പേരതല്ലോ, ഉഗ്രം പേര് ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഈ കൈയുടെ പുണ്യമില്ലേ എൻ്റെ അമ്മ, ഞാൻ സീരിയസ് ആയിട്ട് പറയുവാണ്. ഇത്രയും നല്ല ഫുഡ് കൊടുക്കാൻ പറ്റുന്നു, അത് ഇത്രയും വർഷങ്ങളായിട്ട്. അച്ഛൻ പറഞ്ഞു തുടക്കത്തിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ തുടങ്ങിയെന്ന് പറയുന്നു. ഒത്തിരി സന്തോഷം, ഒരുപാട് ആയുസ് കിട്ടും കേട്ടോ. കാരണം ഇത്രയും നല്ല ഭക്ഷണം കൊടുത്ത് ജീവിച്ച ആൾക്കാരല്ലേ. അപ്പോൾ ഇനി ഒത്തിരി കാലം ജീവിക്കാൻ പറ്റും കേട്ടോ. സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ല രുചികരമായ ഭക്ഷണം കൊടുക്കുന്ന അമ്മമാരെയും അച്ഛന്മാരെയും നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? ഒത്തിരി സന്തോഷം. ഞാൻ ഒന്നും പറയാൻ അർഹനല്ല. ഇനിയും വരുമ്പോൾ എനിക്ക് ഇതേപോലെ വയറ് നിറച്ച് ഭക്ഷണം തന്നാൽ മതി, അത്രയേ ഉള്ളൂ കേട്ടോ. പറ്റാറ്റ ഗംഭീര ഫുഡാണ്. ഞാൻ മസ്റ്റ് ട്രൈ സ്പോട്ടാണ്. എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു ഈ സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്താൻ പറ്റിയതിൽ. ഇവിടുത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടുത്തെ 4 മണി കാര്യങ്ങൾ തുടങ്ങാനായിട്ട് പോവാണ്. അതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് ഇറങ്ങി കൊടുക്കാം. വേറെ വിശേഷമൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടു. ഇവിടെ എത്താൻ കാരണം ഇദ്ദേഹമാണ് അല്ലേ? നമ്മുടെ അച്ഛൻ്റെ മൂത്ത മോനാണ്. ഇതേ കാരണമാണ് ഞാനിവിടെ എത്തിയത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉമ്മയെ എനിക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ താങ്ക് യു. വയറ് നിറച്ച ഫുഡും ഹൃദയം നിറച്ച സ്നേഹവും എല്ലാം കൈ നിറച്ചും മനസ്സ് നിറച്ചും തരുന്ന ആൾക്കാർ. ശേഷമൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മാസമായിട്ടുള്ള ബെൽബട്ടൺ അടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ചൊക്കെ ടാറ്റ ബൈ.